ഈ പ്രാവശ്യം LDF തന്നെയായിരിക്കും മുന്നിൽ വരുന്നത്. നിയമസഭാ സീറ്റ് 14 സീറ്റ് LDF-നുണ്ടാവും. 14 സീറ്റ്. അതെന്റെ ആത്മവിശ്വാസം രക്ഷിക്കട്ടെ കേട്ടോ. ഇന്നാളെ എന്താ പറഞ്ഞത്? മറ്റേ ഇയാൾ തോൽക്കുന്ന പറഞ്ഞല്ലോ. ലാസ്റ്റ് വാക്കാണില്ല. 14 സീറ്റ് ഉണ്ടാവും. 14 സീറ്റ് LDF-നാ. പൊന്നാനി വരെ പോകും. പൊന്നാനി വരെ ആര് ജയിക്കുന്നു? മോനെ അല്ലല്ല എനിക്ക് പോലെ സമുദായം തോൽക്കുന്ന പറഞ്ഞത് എങ്ങനെ? ഏത് എവിടുന്ന് വരണേ? ഇപ്പോ ഞാൻ പൊന്നാനി മണ്ഡലമാണ്. തിരൂര് മണ്ഡലം, നിയമസഭാ മണ്ഡലം, കൽപ്പകഞ്ചേരി എന്ന സ്ഥലം 100% സമദാനി തോൽക്കും. ഒരു 25,000 ഭൂരിപക്ഷത്തിന് അംസാഖ് ജയിക്കും. 25,000 അംസാഖ് ജയിക്കും. മോനക്ക് എന്റെ ചോറ് നൽകി ഉച്ചക്ക് ഞാൻ ഭൂരി ബിരിയാണി ഒന്നല്ലേ. അല്ല, എന്റെ അഭിപ്രായം എന്താണ്? എത്ര സീറ്റ് ഉണ്ട് UDF-ന്? ഒരു സീറ്റ് കൂടുതൽ കിട്ടാൻ 15 സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 14ആണ്. ഞാൻ പറഞ്ഞു എന്റെ റിസൾട്ട് ഞാൻ വേറെ. അല്ല, എന്നാലും എത്ര സീറ്റ് ഉണ്ട് UDF-ന്? ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്റെ വീഡിയോ ഞാൻ പറയില്ല. 18 18 ആർക്കാണ്? 18 UDF, 2 LDF. എന്താണ്? അതന്നെ 18 BJP-ക്ക് സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുന്നതിനെ കുറിച്ച് തന്നെ ഞാൻ ആലോചിച്ചില്ല. വേറെ ലോകത്താണല്ലേ. നിങ്ങളെ അഭിപ്രായം ഉള്ളത്? പ്രത്യേക അഭിപ്രായം ഒന്നുമില്ല. ഇലക്ഷൻ അങ്ങനെ വന്നോ പോയിക്കോട്ടെ, നമ്മള് വാദിക്കുന്ന വിഷയമല്ല. BJP ഓപ്പൺ ചെയ്യോ അക്കൗണ്ട് കേരളത്തിൽ? പറയാൻ പറ്റൂല. പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാൻ. ഒരഭിപ്രായം. ഏതാ മണ്ഡലങ്ങളുടെ? ഏതാ മണ്ഡലം? ജയ്പൂരുണ്ടല്ലോ അല്ലേ? എന്റെ അഭിപ്രായത്തില് അവർക്ക് കേരളത്തില് എത്ര സീറ്റ് ഉണ്ടാവും? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒന്നും കൂടി പ്രാവശ്യം കിട്ടൂല. 20-20 UDF തൂത്തുവാരും. അത് ഇപ്പം പറഞ്ഞ പൊന്നാനി അടക്കം സമുദായം തോൽക്കുന്നു. ഇവനെ എവിടുന്ന വരണേ? അന്റെ പേര്? അന്റെ പേര് കുഞ്ഞാണി. എന്തേലും പേര് ബെറ്റുണ്ടോ ഇവിടെ ഈ ആൾക്കാർക്ക് മുമ്പില്? ഞാൻ പൊന്നാനിയില് ഹംസനെ നിലത്തെ വരെ അടിക്കും. ഞാൻ പറയാല്ലേ പറഞ്ഞു. പൊന്നാനി മണ്ഡലം ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിലായിരിക്കും ഹംസ തോൽക്കാൻ പോണത്. എന്താ നോമ്പ് വെക്കൽ ചേച്ചി? നിങ്ങളെ അഭിപ്രായം എന്താണ്? എന്ത്? ഏത് ഹംസ? ലീഗ് ഹംസ അല്ലട്ടോ, മറ്റേ ഹംസ. ലീഗിന്ന് പോയ ഹംസ. ലീഗിന് പുറത്താക്കിയ ഹംസ. ആര്? സമുദായം തോൽക്കും. നിങ്ങളേതാ മണ്ഡലം? അതേ മണ്ഡലം തന്നെ. പൊന്നാനി. നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾ പറഞ്ഞത്? നോമ്പ് മാസനോ റമദാൻ മാസം എന്ത് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞത്? ലീഗ് ജയിക്കണമെന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്? റമദാൻ മാസം അതിനെ കൊണ്ട് ലീഗ് ജയിക്കണമെന്നുണ്ട്. ലീഗ് ജയിക്കണമെന്നല്ല പറഞ്ഞത്. ഹംസ ജയിക്കുന്ന പോലെ എന്ത് കാരണം കൊണ്ട് ജയിക്കണം നിങ്ങൾ പറഞ്ഞത്? കാരണമുണ്ട്. എന്ത് കാരണം? നിങ്ങൾക്കറിയാം. എന്ത് കാര്യങ്ങൾക്ക്? നിങ്ങൾക്കറിയാം. നിങ്ങൾ വീഡിയോസ് എന്തെടുത്ത് വെച്ചോളി. ഹംസ എത്ര വോട്ട് ജയിക്കുന്ന പറഞ്ഞത്? അതൊക്കെ ജയിച്ചോളാം. ഒരു വോട്ടിനെ ജയിച്ചാൽ മതി. നിങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. അടിമകളുടെ പ്രാർത്ഥന സ്വീകരിക്കും. പറ്റാത്ത അടിമ നിങ്ങളല്ലേ. കേരളത്തിൽ നിന്ന് നമുക്കൊരു 20 കിട്ടും. ആര് കിട്ടുന്നു? നിങ്ങളെ അഭിപ്രായം എന്താണ്? നമ്മളെ അഭിപ്രായം LDF-ന് കിട്ടുന്നതാണ്. 20 സീറ്റ് LDF ജയിക്കും. നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം പറഞ്ഞ ഒരു പ്രശ്നം പൈസ ഉണ്ടോ? നിങ്ങൾ ഏതാ മണ്ഡലം? ഏതാണ്? ഒറ്റപ്പാലാണ്. എത്ര സീറ്റ് ഉണ്ട് UDF-ന്? 18. 2 സീറ്റ് LDF-നും. BJP-ക്കോ സാധ്യത ഉണ്ടോ? ഇല്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ഏതാണ്? BJP കിട്ടില്ല. LDF-ഓ? 3 കിട്ടും. 17 UDF. നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ്? UDF-ന് 20 കിട്ടണം എന്നാണ് മനസ്സിലുള്ളത്. ആഗ്രഹം. ഏതാ മണ്ഡലങ്ങളത്? ഞാൻ കോഴിക്കോട് കുന്നമംഗലാണ്. അപ്പൊ നമുക്ക് BJP-ക്ക് അവിടെ സാധ്യതയുണ്ടോ എവിടെങ്കിലും? സാധ്യതയില്ല. ഇവിടെ സാധ്യതയല്ല. അതുപോലത്തെ പ്രാർത്ഥന പോലെ ആവട്ടെ. മൊത്തം എന്താ എന്റെ അഭിപ്രായത്തിലുള്ളത്? നോ സാധ്യത അല്ലേ? ആ പരിപാടി വേണ്ട. ഓക്കെ. നിങ്ങളേതാ മണ്ഡലം? ഞാൻ വയനാട്. എന്താ കേരളത്തിലെ സീറ്റ് നില എങ്ങനെയായിരിക്കും? സീറ്റ് നില 18-2. 18-2. BJP-ക്ക് വല്ല സാധ്യത ഉണ്ടോ? ഈ 18 ആർക്കാണ്? 18 UDF-ന്. കാണാൻ കേട്ടോ. അങ്ങനെ തന്നെ ആവട്ടെ. 20 ആവണം തന്നെ അഭിപ്രായമുള്ളത്. ഓക്കെ, താങ്ക് യു. കേരളത്തില് എന്റെ അഭിപ്രായത്തില് ഫുള്ള് കിട്ടണം എന്നാണ്. UDF-ന് ഉള്ളു കിട്ടും. BJP-ക്ക് സാധ്യത ഉണ്ടോ? BJP-ക്ക് സാധ്യതയില്ല. എല്ലാവരും ഇഷ്ടമായി തന്നെ. പദഗോപിയോ? ഗോപി 8 പൊട്ടും. ഏതാ മണ്ഡലം? ഞാന് പെരിന്തമണ്ണ മറ്റേ പൊന്നാനി മണ്ഡലമാണ്. അവിടെ ഹംസ ജയിക്കുന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഹംസ ഇത്രയും കാലം ജയിച്ചിട്ടില്ല അവിടെ. പിന്നെ എങ്ങനെ അവിടെ ജയിക്കണത്? അവിടെ മണ്ഡലത്തില് രാഹുൽ ഗാന്ധിയാണ്. അങ്ങേര് നല്ലൊരു 4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു 3.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കും. താങ്ക് യു. പിന്നെ പറയും കേരളത്തിൽ എങ്ങനെയായിരിക്കും സീറ്റ് നില പ്രാവശ്യം? ഇതിനോട് ചോദിക്കാം.
എന്താ അല്ല നിങ്ങള് പറഞ്ഞു നിങ്ങളേതാ മണ്ഡലം ഏതാണ്? എവിടേക്കാ ഓടുന്നത്? അയാള് സഖാവാണെങ്കിലും ഇപ്രാവശ്യം അയാളും പറയണ UDF ഫുള്ള് ജയിക്കും. ജയിക്കുന്നതാണ്. അന്റെ അഭിപ്രായം ഏതാണ് മോനെ? UDF തന്നെ ആകാനാ ചാൻസ് എല്ലാവർക്കും എല്ലാ സീറ്റിലും കേരളത്തില്. എല്ലാ സീറ്റിലും 20 19 കിട്ടാൻ ചാൻസ് ചാൻസ് ഉണ്ട്. ആ ഒരു സീറ്റ് ഉദ്ദേശിക്കുന്ന സീറ്റ് ഏതാണ്? ഏതെങ്കിലും ഒരു സീറ്റ് LDF ജയിക്കുന്ന ഏതാണ്? കാസർഗോഡ് സീറ്റാണ് എനിക്ക് സംശയം. കാസർഗോഡ് സീറ്റ് BJP കൊള്ള സാധ്യത കാണുന്നുണ്ടോ? അതില്ല, ഇല്ലല്ലോ, ചാണകം ചവിട്ടൂല. ചാൻസ് കുറവാണ്. മൊത്തത്തില് UDF-നായിരിക്കും ചാൻസ്. UDF-നായിരിക്കും. എത്ര സീറ്റ് കിട്ടും? 20-20 20 അടിക്കും. അതെ. ഈ ചാണകം ചവിട്ടും പ്രാവശ്യം ചാണകത്തിന് ചാൻസ് ഇല്ല. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല. ചാൻസ് ഇല്ല. ഇല്ല ഇല്ല. നിങ്ങളത് മണ്ഡലം ഏതാണ്? നമ്മൾ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് പമ്പിച്ച പുരുഷത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2020 തന്നെ UDF യൂത്ത് വരും കേരളം. BJP ഗോപി BJP വന്ന പോലെ അവർ തിരിച്ചു പോകത്തേ ഉള്ളൂ. യാതൊരു സംശയമില്ല, ഈ പ്രാവശ്യം LDF തന്നെ ആയിരിക്കും മുന്നിൽ വരുന്നത്. 20 സീറ്റ് LDF യൂത്ത് വരും. 20 സീറ്റിൽ 20 സീറ്റും ചിലപ്പോൾ LDF വരും. ഒരു ഈ സ്വപ്നം മാത്രമല്ല, പ്രതീക്ഷിക്കുന്നത്. മണ്ഡലം ഏതാണ്? ഞാൻ കൊല്ലാണ്. അവിടെ മുകേഷ് തോൽക്കുന്ന പറഞ്ഞ എല്ലാരും. മുകേഷ് തോൽക്കും, അത് ജനങ്ങളുടെ ഇരിക്കുന്ന കാര്യമില്ലേ. ഇപ്പൊ അവിടെ പ്രേമയന്തര മുകേഷ് അതേമാതിരി 19 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കേരളത്തിൽ ഒന്നടങ്കം ആൾക്കാർ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ എല്ലാവരും ഒരേപോലെ വോട്ട് UDF-ന് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് പിടിച്ചത്. ഇനി ആ ഒരു ചിന്താഗതി ഇപ്പൊ ജനങ്ങൾക്കില്ല. ഇവര് പാർലമെന്റിലോട്ട് ചെന്നിട്ട് പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്ത് നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ഭരണമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാകുമല്ലോ. നിങ്ങൾ മണ്ഡലം ഏതാണ്? എന്റെ മണ്ഡലം വടകരയാണ്. അവിടെ ആർക്കാണ് സാധ്യത? ഇപ്പം ഷാഫിക്കാണ് സാധ്യത കാണുന്നത്. കാരണം വേറെ STPL ഒന്നും ഇല്ലാത്തതുകൊണ്ട് STPL വോട്ട് കൂടി ഷാഫിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. തൂത്തുപാറുന്നാ പറഞ്ഞത്. കേരളത്തിൽ എത്ര സീറ്റുകളിൽ എങ്ങനെയായിരിക്കും? കേരളത്തിലെ സീറ്റ് ഇടതായാലും വലതായാലും ഒരു സംശയം എങ്ങനെ? ഒരു സംശയമില്ല, 5 സീറ്റ് LDF. ഏതാ മണ്ഡലം? എറണാകുളം മണ്ഡലം. വയനാട് മണ്ഡലം. വയനാട് ആരെയൊക്കെയോ? വയനാട് രാഹുൽജി ജയിക്കും. 77 വോട്ട്. 77 വോട്ടിന്. അപ്പുറത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ 1000 അറിയാം. അവിടെ വേറെ ആൾക്കാർ 4 ലക്ഷം വോട്ടിന് ജയിക്കുന്നതാണ്. 77 ഒരു വോട്ട് അധികം ഉണ്ടാവില്ല. ഓക്കെ ശരി. എന്റെ അഭിപ്രായത്തിൽ അത് ജയിക്കുക. ആര് ജയിച്ചാൽ മതി. ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല. KC ആണെങ്കിൽ ജയിക്കും. ആര് വന്നാലും ആര് ജയിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ എന്താണ് BJP-നെ തുടച്ചു നീക്കണം. BJP തൃശ്ശൂർ നടക്കും. ഇന്ത്യ രാജ്യത്ത് നിന്ന് തൂത്തെറിയണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൈകോർക്കുക. എല്ലാവരും കൈകോർത്ത് ഇറങ്ങി. എന്താ പറഞ്ഞ 17 UDF LDF 17 UDF LDF 3. BJP കുറച്ച് സാധ്യതകളാണ്. തൃശ്ശൂർ എവിടെയെങ്കിലും പദകോപ്പി ജയിക്കുമോ? നിങ്ങളെ മണ്ഡലം ഏതാണ്? മലപ്പുറം. അവിടെ ശക്തമായിട്ട് എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും? ഇടിക്ക് 2 ലക്ഷത്തിന്റെ അടുത്ത്. ബാബു ഇത് പറയുടെ അന്റെ മണ്ഡലം ഏതാണ്? വയനാടാണ്. എത്ര വോട്ട് ജയിക്കാണോ രാഹുൽ ഗാന്ധി? 2 ലക്ഷം ജയിക്കും. നാളെ വന്നാവട്ടെ. മൊത്തത്തിൽ കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ടാവും? 20 സീറ്റിൽ 20 എത്ര സീറ്റ് കിട്ടണം? 8 UDF ബാക്കി 12 LDF. BJP പോലെ സാധ്യത കണ്ടോ? ഞാൻ മലപ്പുറം. എങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ എങ്ങനെയായിരിക്കും? മൊത്തത്തിൽ എങ്ങനെയായിരിക്കും? UDF-നായിരിക്കും. എത്ര സീറ്റ് ഉണ്ടാവും? എത്ര സീറ്റ് ഉണ്ടാവും എനിക്കറിയില്ല. മോനെ വയനാടൊക്കെ ഒരു 18 UDF 2 LDF. അതൊന്ന് ചാണകം ചവിട്ടോ? ചാണകം വിട്ടില്ലല്ലോ. നിങ്ങളേതാ മണ്ഡലം? മലപ്പുറം. ബേബി എന്താ പറയും? ഒരു അഭിപ്രായമില്ല. വോട്ട് നാട്ടില് വോട്ടുണ്ട്. നിങ്ങളേതാ? 19 UDF 1 LDF. ഏതാ മണ്ഡലങ്ങൾ ഉദ്ദേശിക്കണ മണ്ഡലം? പോണതോ? പോണത് വയനാട്. നമ്മളെ മണ്ഡലം വയനാട്. രാഹുൽ ഗാന്ധി. എത്ര വോട്ടിൽ എത്ര ലീഡ് ഉണ്ടാവും? 2 ലക്ഷത്തിന്റെ ഓക്കെ. നിങ്ങളേതാ മണ്ഡലം? അറിയില്ല. വോട്ടില്ല നാട്ടില്? വോട്ട് ചെയ്തിട്ടില്ലേ? ചെയ്യാറില്ല. ഒരു കാര്യമില്ല. എന്തൊക്കെ വേണ്ടത് പറഞ്ഞോളൂ. എന്താണ് വേണ്ടാത്തതുകൊണ്ട് കാര്യമുള്ള വോട്ട് ചെയ്ത് അവന്റെ വീട് നന്നാവും. ഇത് ജയിക്കണ ഒരു ഉപകാരമില്ല. ഒരു ഉപകാരം. ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ട് കാര്യം. ഒരാൾ ജയിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരു 16 സീറ്റൊക്കെ ആർക്ക് കിട്ടും? UDF-ന് 4 സീറ്റ് LDF-ന് കിട്ടും. BJP-ക്ക് സാധ്യത ഉണ്ടോ? ചാൻസ് ഇല്ല. ചാൻസ് ഇല്ലല്ലോ. നിങ്ങളേതാ മണ്ഡലം?
ഞങ്ങൾ കോഴിക്കോട് ആ പാർലമെന്റ് പൊന്നാനി മണ്ഡലം എങ്ങനെയായിരിക്കും ഇപ്പത്തെ ഈ നമ്മളെ സീറ്റ് ഇന്നലെ 20 എത്ര സീറ്റ് എടുക്കും UDF LDF? 20 പിന്നെ എന്താ പറയാ ഒരു 4 LDF-നും ബാക്കി UDF കിട്ടുന്ന നമ്മൾ പ്രവചിക്കാം. നിങ്ങൾ BJPക്ക് സാധ്യത കാണുന്നുണ്ടോ? BJPക്ക് ഒരു സാധ്യത കാണില്ല. കേന്ദ്ര ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? കേന്ദ്ര ഭരണമാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒറ്റക്കെട്ടായി കൈ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലേ? ജനദ്രോഹ നടപടികൾക്കെതിരെ